പോകുമ്പോൾ ഇവിടത്തേക്കാണ് പോകുകയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ കാര്യം ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് വിട്ടാലോ എന്ന് വെച്ച്. അതാകുമ്പോൾ പുതിയൊരു പാർക്കും വാക്കിംഗ് ഏരിയാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ബീച്ച് വൈബും കൂടി ആകുമ്പോൾ അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിക്കാമെന്ന് വെച്ചു. പിള്ളേരെയും കൂട്ടി മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഒറ്റപ്പൊക്ക്. കുട്ടികൾക്ക് ഓടിച്ചാടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലേസ് ഉള്ളതുകൊണ്ട് നമുക്ക് പാരൻസിനെ വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് റിലീഫ് തന്നെയായിരുന്നു. പിന്നെ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. ഓടിയിട്ടും ചാടിയിട്ടൊക്കെ ഫുൾ കളി തന്നെയായിരുന്നു. പിന്നെ അവിടെ കളിക്കാനൊക്കെ കുറേ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കുട്ടികളും അവരുടെ പ്രായത്തിലുള്ള മക്കളൊക്കെ ആയതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഓടിച്ചാടി കളിക്കുമായിരുന്നു. കളിക്കാൻ മാത്രമല്ല ഒരുപാട് കുട്ടികൾക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. അതായത് കുട്ടികൾ അതിലൊക്കെ എൻഗേജ്ഡ് ആയിട്ട് ടൈം പോകുന്നത് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയായിരുന്നു അവിടുത്തെ മെയിൻ ഹൈലൈറ്റും. അവർക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഞാൻ കണ്ടിരുന്നു. എൻ്റെ മോൾക്ക് എല്ലാത്തിനോടൊരു പേടിയായിരുന്നു, ഹൈറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവൾക്ക് അതിനോടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ ഫീൽ ചെയ്തു. കാരണം ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോഴും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനെങ്കിൽ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ ഓരോ ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അവൻ തന്നെ അവനെ പറയുന്നുണ്ടായിരുന്നു റിച്ചു ഭയങ്കര സ്ട്രോങ് ആണെന്ന്. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അവനവിടെ ഫീൽ ചെയ്തതും എനിക്ക്. അടപ്പ് മുകളിൽ പിടിച്ചു പിടിച്ചു നടക്കും. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? നീ പടപട്ടി. പിന്നെ ഇരുട്ടൊക്കെ വന്ന് ലൈറ്റൊക്കെ കാണാൻ അവിടെ ഒരു പ്രത്യേക ഭംഗിയും കൂടി ഉണ്ടായിരുന്നു. രാത്രി കൂടുതൽ ഭംഗി എനിക്ക് ഫീൽ ചെയ്തു. നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിട്ട് എന്താ പറയുക, ആകാശമൊക്കെ നല്ല വയലറ്റ്